ഹായ് സ്റ്റുഡൻസ്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രൊസീജിയർ എങ്ങനെ റൈറ്റ് ചെയ്യാമെന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. സോ ആ എക്സാമ്പിൾ നമ്മളിന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എൻ്റർ 10 നമ്പേഴ്സ് ത്രൂ കീബോർഡ് ആൻഡ് ഫൈൻഡ് ദെയർ സ്ക്വയർ വാല്യൂ യൂസിങ് പ്രൊസീജിയർ. പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് ഒരു 10 നമ്പർ നമ്മൾ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്തെടുക്കണം. 1 2 3 4 അപ് ടു 10 വരെ റീഡ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെയൊക്കെ സ്ക്വയർ വാല്യൂ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ 1 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 1ൻ്റെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ, 4, 3ൻ്റെ സ്ക്വയർ, അങ്ങനെ അപ് ടു 10 വരെ 10 സ്ക്വയർ 100 വരെ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് തരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് നമ്മുടെ അടുത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ പ്രോഗ്രാം നോക്കൂ. നിങ്ങൾ പ്രോഗ്രാമിൽ സെക്ഷൻ ഡോട്ട് ഡാറ്റ എന്ന് കൊടുത്തിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഡാറ്റ ഇൻക്ലൂഡ് ചെയ്യിക്കാനുള്ള ഒരു അസംബ്ലർ ഡയറക്റ്റീവാണ്. അതായത് അസംബ്ലറിന് എന്താണോ ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ എന്നുള്ളത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഷ് ഇൻക്ലൂഡൊക്കെ സീൽ കൊടുക്കണ്ടായിരുന്നില്ലേ, അതേപോലെ നമ്മൾ ഇതിൽ അസംബ്ലി ലാംഗ്വേജിൽ കൊടുക്കുന്നത് സെക്ഷൻ അല്ലെങ്കിൽ പ്രൊസീജിയറിൽ കൊടുക്കുന്നത് സെക്ഷൻ ഡോട്ട് ഡാറ്റ എന്ന സെക്ഷൻ സ്പേസ് ഡോട്ട് ഡാറ്റ എന്നാണ്. ദെൻ നെക്സ്റ്റ് ലൈൻ പറയുന്നത് NODB 10 ഡോട്ട് ഡ്യൂപ്പ് ഓഫ് 10 ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ NO എന്ന് പറയുന്നത് നമ്മൾ അറേ ഡിക്ലെയർ ചെയ്യണം അല്ലേ. നമുക്കിപ്പോൾ 10 നമ്പേഴ്സ് റീഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു അറേ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ ആ അറേ ഡിക്ലറേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. NO എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ നെയിം, നമ്മൾ ABC എന്നൊക്കെ പറയുന്ന പോലെ നമ്പർ NO എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിൾ നെയിം നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. അത് കൊടുത്തു. പിന്നെ DB എന്ന് പറയുന്നത് എന്താ? ഡിഫൈൻ ബൈറ്റ്. നമ്മൾ ഏതിലേക്കാണോ ഡിഫൈൻ ബൈറ്റ്, ഡിഫൈൻ വേർഡ്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ ബൈറ്റ് ആയിട്ടാണ് നമ്മൾ ഡാറ്റ റീഡ് ചെയ്യുന്നത്, ഡിഫൈൻ ബൈറ്റ്. ദെൻ ഡ്യൂപ്പ് ഓഫ് 10, അതായത് നമ്മൾ എത്ര സൈസാണ് കൊടുത്തത്. നമ്മളിപ്പോൾ 10 നമ്പേഴ്സ് അല്ലേ റീഡ് ചെയ്യുന്നത്. അപ്പോൾ സോ നമ്മൾ 10 എന്നുള്ളൊരു സൈസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ക്ലിയർ? ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്? സെക്ഷൻ ഡോട്ട് ടെക്സ്റ്റ്. ഇത് നമുക്ക് ഓപ്ഷനിലാണ് ഓപ്ഷനിലാണ്, അതായത് വേണമെങ്കിൽ കൊടുക്കാം, പക്ഷെ അത് ടെക്സ്റ്റ് ഫോർമാറ്റ് ആണെന്നറിയാൻ വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ഗ്ലോബൽ അണ്ടർസ്കോർ ആണ് കേട്ടോ. നിങ്ങൾ ഓൾറെഡി എഴുതിയ പ്രോഗ്രാം ഒന്ന് ചെക്ക് ചെയ്യുക. അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കുറച്ച് എറേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നോക്കിയിട്ട് അതൊന്ന് ഫുള്ളായിട്ട് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾ. സോ ഗ്ലോബൽ സ്പേസ് അണ്ടർസ്കോർ സ്റ്റാർട്ട് എന്ന് കൊടുത്തിട്ടുള്ളത് നമ്മൾ ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ മെയിൻ ഫങ്ഷനൊക്കെ അല്ലേ, മെയിൻ ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതില്ലേ, അതേപോലെ നമ്മൾ അസംബ്ലി ലാംഗ്വേജിൽ കൊടുക്കുന്നതാണ് എന്ത്? ഗ്ലോബൽ അണ്ടർസ്കോർ സ്റ്റാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ പ്രോഗ്രാമിലും ഇത് ഉണ്ടായിരിക്കും. പിന്നെ അണ്ടർസ്കോർ സ്റ്റാർട്ട് ഫുൾ കോളം എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഓപ്പൺ ബ്രേസ് ഒക്കെ അല്ലേ, അതുപോലെയുള്ള ഒരു സംഭവമാണ് ഇതിൽ അണ്ടർസ്കോർ സ്റ്റാർട്ട് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ മൂവ് CX, 10 മൂവ് CX, 10 LEASINO എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതെന്താ? മൂവ് CX എന്ന് പറയുന്നത് നമുക്കറിയാം. CX എന്ന് പറയുന്നത് 16 ബിറ്റ് രജിസ്റ്ററാണ്, അതായത് കൗണ്ടർ രജിസ്റ്ററാണ്. അതായത് നമുക്ക് 10 നമ്പേഴ്സ് കൗണ്ട് ചെയ്യണം അല്ലേ, അതായത് നമുക്ക് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. 10 നമ്പർ നമുക്ക് റീഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു കൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൗണ്ടർ രജിസ്റ്റർ യൂസ് ചെയ്തിട്ടുള്ളത്. എത്ര ടൈംസ്? 10 ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ലൈനിൽ LEASI, LEA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് എഫക്റ്റീവ് അഡ്രസ്സ്. എന്തിനു വേണ്ടിയിട്ടാണ്? അറേൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അറേൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ഇപ്പോൾ ഇവിടെ SI എന്ന് പറയുന്നത് സോഴ്സ് ഇൻഡെക്സ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ NO എന്ന് കൊടുത്തിട്ടുണ്ട്. N0, N1 ഒരു അറേ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ N0, N1 അപ് ടു N9 വരെ ഉണ്ടായിരിക്കും. അതിലെന്താണോ വാല്യൂ ഉള്ളത് അതെന്ത് ചെയ്യും? ആ ഒരു അഡ്രസ്സ് എന്തിലേക്ക് സ്റ്റോർ ചെയ്യും? SI സോഴ്സ് ഇൻഡെക്സ് രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യും, അറേൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ്. ഓക്കെ, ദെൻ എന്താണ് നെക്സ്റ്റ് വരുന്നത്? REP മൂവ് AH, 01. ഇതെന്താണ്? ഒരു 01 × 21. ഇതൊരു പെയറാണ്, അതായത്
നമ്മളിപ്പോൾ ഒരു ഇൻട്രപ്റ്റ് കമാൻഡാണ് INT21H ഇല്ലേ, ഇതൊക്കെ ഒരു ഇൻട്രപ്റ്റ് കമാൻഡാണ്. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കീബോർഡിൽ നിന്ന് നിങ്ങൾ റീഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമാൻഡ്, ഈ ഒരു 2 ലൈൻ അല്ലെങ്കിൽ 2 ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കീബോർഡിൽ നിന്ന് വാല്യൂ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. REP എന്ന് പറയുന്നത് എന്താ? നമ്മൾ ലൂപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ലേബലാണ് REP, ലേബൽ നെയിമാണ് REP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? മൂവ് AH,01 ഇൻറ്റ് 21H, അതൊരു ഇൻട്രപ്റ്റ് കമാൻഡ് ആണെന്ന് പറഞ്ഞു നമുക്ക് ഇൻപുട്ട് റീഡ് ചെയ്യാനുള്ളത്. നമ്മളിപ്പോൾ സിയിലൊക്കെ യൂസ് ചെയ്യുന്ന SCANF ഒക്കെ അല്ലേ നമ്മൾ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേ ഒരു സെയിം ഫങ്ഷനാണ് ഇവിടെ ഇതിന് വരുന്നത്. ഓക്കെ, ദെൻ എന്താ ഇത് നമ്മളിപ്പോൾ റീഡ് ചെയ്ത വാല്യൂ എന്തിൽ സ്റ്റോർ ചെയ്യും? അക്യുമുലേറ്റഡ് രജിസ്റ്റർ ആയിട്ടുള്ള AHലേക്കൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് സബ് AL, 30H. ഇവിടെ നമ്മളിപ്പോൾ ഒരു 2 എന്നുള്ളൊരു നമ്പറാണ് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്തെന്ന് വിചാരിച്ചോളൂ. അത് നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് അക്യുമുലേറ്ററിൽ അത് ഹെക്സാഡെസിമൽ വാല്യൂ ആയിട്ടാണ് റീഡ് ചെയ്യുന്നത്. അതിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഒരു സബ്ട്രാക്ഷൻ എന്നുള്ളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 30H എന്നുള്ള വാല്യൂ അതൊന്ന് സബ്ട്രാക്റ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ടാണ് ALലേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. ക്ലിയർ? ദെൻ അടുത്തത് വരുന്നൊരു ഫംഗ്ഷൻ കോളിംഗ് ആണ്. കോൾ SQ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ SQ എവിടെയാണോ ഉള്ളത് അവിടേക്ക് എന്ത് പോവും? കൺട്രോൾ പോവും. കോൾ SQ എന്ന് വിളിച്ചപ്പോൾ SQ എവിടെയാണ്? താഴെ നോക്കൂ, SQ എന്ന് വിളിച്ചിട്ടുണ്ട്. അത് നേരെ SQൻ്റെ അവിടെ കണ്ടോ, SQ proc സ്പേസ് ഫാർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് നേരെ കൺട്രോൾ പോവും. അതെന്താണ്? നമ്മൾ പ്രൊസീജിയറാണ്. ഓൾറെഡി നമ്മൾ പ്രൊസീജിയർ എന്താണെന്ന് പറഞ്ഞു, പ്രൊസീജിയർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. സോ നമ്മളിവിടെ ആ പ്രൊസീജിയർ കോൾ ചെയ്തു. അതിൻ്റെ പ്രൊസീജിയർ ഡെഫിനിഷനാണ് അല്ലെങ്കിൽ ഫങ്ഷൻ ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? പ്രോക്ക് ഫാർ, അതായത് SQ ആണ് ആ പ്രൊസീജിയറിൻ്റെ നെയിം പ്രൊസീജിയർ നിയർ ആണോ ഫാർ ആണോ എന്ന് കൊടുത്തു. ഫാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രോഗ്രാമിൻ്റെ പുറത്താണ് ആ ഒരു ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ ഫാർ എന്ന് പറയും. ഇനിയിപ്പോൾ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ തന്നെയാണ് അതിൻ്റെ ഫംഗ്ഷൻ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? നിയർ ആയിരിക്കും അവിടെ കൊടുക്കുക. ഇതിപ്പോൾ ഫംഗ്ഷൻ്റെ പുറത്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. SQ കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്തേക്കാണ് നമ്മൾ കോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെയാണ്, പുറത്തായതുകൊണ്ട് അതിനെ ഫാർ എന്ന് കൊടുത്തു. സോ അതിലെന്താണ് കൊടുത്തിട്ടുള്ളത്? മൂവ് BL, AL, മൂവ് BL, AL മൾ BL. ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? BLഉം ALഉം, അതായത് ALലുള്ള വാല്യൂ എന്താണോ അതെന്തിലേക്ക് മൂവ് ചെയ്യും? BLലേക്ക് മൂവ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഇവിടെ മുകളിൽ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. എവിടെ? ഓക്കെ, റിപ്പീറ്റ് സബ് AL, 30H കണ്ടില്ലേ? ഇവിടെ ഈ ALലാണ് നമ്മുടെ വാല്യൂ കിടക്കുന്നത് വിചാരിച്ചോളൂ. അപ്പോൾ ആ ഒരു വാല്യൂ എന്താണ്? കീബോർഡിൽ നിന്ന് റീഡ് ചെയ്ത വാല്യൂ, ആ വാല്യൂ AL നിന്ന് BLലേക്ക് മൂവ് ചെയ്തതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ALലുള്ള വാല്യൂ BLലേക്ക് മൂവ് ചെയ്തു. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്? ഈ മൾ BL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AL ഈക്വൽ ടു BL ഇൻറ്റു BL ആണ് അവിടുത്തെ ഓപ്പറേഷൻ വരുന്നത്. അപ്പോൾ ALലുള്ള വാല്യൂ ഈക്വൽ ടു BL ഇൻറ്റു BL, അതായത് BLൽ നമ്മളിപ്പോൾ ALലുള്ള വാല്യൂ ഇവിടെ മൂവ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആ മൂവ് ചെയ്യിച്ച വാല്യൂ ഇപ്പോൾ ഒരു 2 ആണ്. സപ്പോസ് നിങ്ങൾ ALൽ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്തെടുത്ത വാല്യൂ അത് BLലേക്ക് മൂവ് ചെയ്തു, 2 ആണ്. അപ്പോൾ BLൽ എന്താ കിടക്കുന്നത്? 2 എന്നുള്ളൊരു വാല്യൂ ആണ്. സോ അടുത്തത് മൾ BL എന്ന് പറഞ്ഞപ്പോൾ BLലുള്ള വാല്യൂ 2 ആണ്. 2 ഇൻറ്റു 2, BL ഇൻറ്റു BL ആണ് അതിൽ ഓപ്പറേഷൻ മൾ BL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത്. അത് ALലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ 2 ഇൻറ്റു 2 4 എന്തിൽ സ്റ്റോർ ചെയ്യും? ALൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, അങ്ങനെ ഇപ്പോൾ ALൽ 4 ആണ് കിടക്കുന്നത്. ഇനി എന്താ? SQ end P. SQ end P നമ്മൾ പ്രൊസീജിയറിന് അവിടെ എൻഡ് ചെയ്തു. end P പ്രൊസീജിയർ എൻഡ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നേരെ ഇവിടുന്ന് ഈ എൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കൺട്രോൾ എങ്ങോട്ടേക്ക് തന്നെ പോവും? SQ കഴിഞ്ഞിട്ട് കോൾ SQൻ്റെ ഫംഗ്ഷനാണ് നമ്മളിപ്പോൾ ഇവിടെ എക്സിക്യൂട്ട് ചെയ്തത്. ഇനി അതിൻ്റെ തൊട്ട് താഴെ മൂവ് SI, AL എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ്? അറേൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സാണ്
ഈ SI ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ALലുള്ള വാല്യൂ എന്ത് ചെയ്യും? ALൽ ഇപ്പോൾ എന്താണ് 4 എന്നുള്ള വാല്യൂ ആണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ 4 എന്നുള്ളത് എന്തിലേക്ക് മൂവ് ആവും? SI നമ്മൾ ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ അഡ്രസ്സിലെ വാല്യൂ ആയിട്ടാണ് അവിടെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ NO0 അതല്ലേ, NO0 NO1 അങ്ങനെ ഓരോ അറേ ലൊക്കേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ ലൊക്കേഷനിലേക്ക് ഈ 4 എന്നുള്ള വാല്യൂ എന്ത് ചെയ്യും? മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ SI സോഴ്സ് ഇൻഡെക്സ് അല്ലെങ്കിൽ ആ ഒരു NO0 എന്നുള്ള പൊസിഷനിൽ 4 എന്നുള്ള വാല്യൂ എന്ത് ചെയ്യും? സ്റ്റോർ ആയിട്ടുണ്ടാവും. ഓക്കെ, ദെൻ എന്താ? INC SI. അപ്പോൾ ഫസ്റ്റത്തെ ലൊക്കേഷനിൽ ഇപ്പോൾ എന്തായി? സ്റ്റോർ ചെയ്തു 4 എന്നുള്ള വാല്യൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇനി എന്താ? ആ ഒരു ലൊക്കേഷൻ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യണം, അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ അടുത്ത ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യണം. അതിനാണ് INC SI സോഴ്സ് ഇൻഡെക്സ് SI ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുത്തു. ദെൻ എന്താ? ലൂപ്പ് REP. അതായത് ലൂപ്പ് എന്താണ്? REP. ഈ ഒരു ലൂപ്പ് ഇല്ലേ REP, ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ് ടു എന്താ വരെ? 10 ആവുന്നത് വരെ എന്ത് ചെയ്യണം? ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ എന്താ? ഓരോ അറേ ലൊക്കേഷനിലും എന്ത് വരും? ആ ഒരു വാല്യൂ വരും. 1ൻ്റെ സ്ക്വയർ എന്താ? 1, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9 അങ്ങനെ പറഞ്ഞിട്ട് അപ് ടു 10ൻ്റെ സ്ക്വയർ 100 വരെ ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.